നമസ്കാരം. തമിഴ്നാടിൻ്റെ പണിയേറ്റത് കേരളത്തിന്, അതും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഇനി കേരളത്തിൽ വികസനവും വീടുപണിയും നടക്കണമെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും. കടന്നുപോകാൻ വണ്ടികൾ തമിഴ്നാട് അതിർത്തിയിൽ നിരന്നുകിടക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. കരിങ്കല്ലും എംസാൻഡും മെറ്റൽ ജെല്ലിയും ഇനി ചുളുവിൽ അതിർത്തി കടത്തിക്കൊണ്ടുവരാമെന്ന് ആരും കരുതേണ്ട. സംഗതി വെറുതെയല്ല. അയൽ സംസ്ഥാനങ്ങളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കടത്തുന്നത് തടയാൻ തമിഴ്നാട് സർക്കാർ അസാധാരണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. തങ്ങളുടെ സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വലിയ ക്ഷാമമുണ്ടെന്നാണ് വിജയ് സർക്കാർ പറയുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് തികയാതെ വരുമ്പോൾ എന്തിനാണ് വെറുതെ അയൽ സംസ്ഥാനങ്ങൾക്ക് വച്ചു നീട്ടുന്നത് എന്ന ചോദ്യമാണ് തമിഴ്നാട് ഉയർത്തുന്നത്. ഇതിനായി പ്ലാൻ കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു. ജിയോളജി ഡയറക്ടർക്ക് ഇതിനായി പൂർണ്ണ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറക്കി കഴിഞ്ഞു. ഇനി മുതൽ ജിയോളജി ഡയറക്ടറുടെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു തരി കല്ല് പോലും തമിഴ്നാട് അതിർത്തി കടക്കില്ല. തമിഴ്നാട്ടിൽ അനധികൃത ഖനനം തകൃതിയായി നടക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യവും ഇതിനു പിന്നിലുണ്ട്. മാഫിയ സംഘങ്ങൾ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നത് തടയാനും കൂടിയാണ് ഈ നീക്കം. തമിഴ്നാടിന്റെ സ്വന്തം ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റിയ ശേഷം മാത്രമേ എന്തെങ്കിലും പുറത്തേക്ക് കൊടുക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. എന്നാൽ ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് കേരളത്തിനായിരിക്കും. കേരളത്തിലെ സ്വന്തം ക്വാറികളിൽ ഭൂരിഭാഗവും പൂട്ടിപ്പോവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തതോടെയാണ് നമ്മൾ തമിഴ്നാടിനെ പൂർണ്ണമായും ആശ്രയിച്ചു തുടങ്ങിയത്. കേരളത്തിലെ വൻകിട റോഡ് വികസനങ്ങളും വലിയ കെട്ടിട നിർമ്മാണങ്ങളും സാധാരണക്കാരന്റെ വീടുപണിയും വരെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ലോറികളെ മാത്രം വിശ്വസിച്ചാണ് നടക്കുന്നത്. തമിഴ്നാടിന്റെ പുതിയ വിട്ടുവീഴ്ചയില്ലാത്ത ഈ തീരുമാനം നടപ്പിലാക്കുന്നതോടെ കേരളത്തിലേക്ക് വന്നിരുന്ന സാധനങ്ങളുടെ വരവ് പൂർണ്ണമായും നിലയ്ക്കും. ഇതോടെ സാധനങ്ങൾക്ക് വിപണിയിൽ തീ വിലയാകും. അതോടെ കരാറുകാരും സാധാരണക്കാരും ഒരുപോലെ വഴിയാധാരമാകുന്ന അവസ്ഥ വരും. എന്തായാലും കേരളത്തിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്നും അനേകം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നും INTUC നേതാവ് ഷഹ്നാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന മുന്നറിയിപ്പാണ് ഉയർന്നു വരുന്നത്. എന്തായാലും സ്വന്തം ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ ഇതൊന്നും തികയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് വിജയ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിനായി കൃത്യമായ പ്ലാനൊക്കെ തമിഴ്നാട് സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജിയോളജി ഡയറക്ടർക്ക് ഇതിനായി പൂർണ്ണ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനവും കഴിഞ്ഞ ദിവസം മുതൽ പുറത്തിറക്കി കഴിഞ്ഞു.